പലതരം ചേരുവകൾ. നമ്മുടെ മസാല ദോശ നല്ല ക്രിസ്പിയാണ്, അതുപോലെ വളരെ ലൈറ്റ് ആട്ടോ. ഞാൻ സാധാരണ 5 മിനിറ്റ് കൂടുതലുള്ള വീഡിയോ ഒന്നും ഇടാൻ വിചാരിച്ചിട്ടുണ്ടായില്ല, ഇടയിലുണ്ടായില്ല. പക്ഷെ ഇതില് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഉൾപ്പെടുത്തിയേക്കണോണ്ട് വീഡിയോ ഒരു 10 മിനിറ്റോളം എന്നുണ്ട്. എല്ലാവരും കംപ്ലീറ്റ് കാണാം, എന്നിട്ട് അതനുസരിച്ച് ദോശ തയ്യാറാക്കാം. എന്തായാലും പെർഫെക്റ്റ് മസാല ദോശ നിങ്ങൾക്ക് തയ്യാറാക്കാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് ചട്ടിയിൽ ഒട്ടിപ്പിടിക്കുന്ന ബുദ്ധിമുട്ട് വരലുണ്ടെന്നുണ്ടെങ്കിൽ അതും ഉണ്ടാവില്ല. ഇതിന് ശേഷം നമ്മൾ സ്പെഷ്യൽ ആയിട്ട് ഒരു ഇൻഗ്രീഡിയന്റ് ഇടുന്നുണ്ട്. ഇപ്പൊ ഞാൻ എടുത്തേക്കുന്നത് തന്നെ ചട്ടി കണ്ടില്ലേ, ഇതിന്റെ നോൺ സ്റ്റിക്ക് ഒക്കെ പോയി ആകെ ഇതായിരിക്കണ ഒരു ചട്ടിയാണ്. അതിൽ പോലും അത് ഒട്ടിപ്പിടിക്കുന്നില്ല. നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് മസാല ദോശ തയ്യാറാക്കാനായിട്ട് പച്ചരി ഇന്ന് എല്ലാവരും എടുക്കുന്നതാണ്. അതിന്റെ കൂട്ടത്തില് 2 ഇൻഗ്രീഡിയൻസ് കൂടി നമ്മൾ എക്സ്ട്രാ എടുക്കുന്നുണ്ട് കേട്ടോ. അളവ് കപ്പില് 1 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. അതിന് 2 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. കടലപ്പരിപ്പ് ഉപയോഗിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ദോശക്ക് നല്ലൊരു സ്ട്രക്ചർ കിട്ടും. അത് മാത്രമല്ല ചട്ടിയിൽ ഒട്ടിപ്പിടിക്കത്തുമില്ല. നല്ല ഫെർമെന്റേഷനും ഫ്ലേവറിനും വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഉലുവ, പിന്നെ 1/4 കപ്പ് ഉഴുന്ന് എടുത്തിട്ടുണ്ട്. ഞാൻ എടുത്തേക്കുന്ന പച്ചരി നമ്മുടെ റേഷൻ ഇടയിൽ നിന്ന് കിട്ടിയ പച്ചരി കേട്ടോ. 2-3 ചെള്ള അതിന്റെ ഇടയിലൊക്കെ കണ്ടു, അതൊക്കെ പെറുക്കി കളയായിരുന്നു. എന്റെ പച്ചരിയിൽ ഇച്ചിരി പൊടി അധികം ഉണ്ട്. അപ്പൊ വെള്ളം നന്നായിട്ട് തെളിയണ വരെ തിരുമ്മി നന്നായിട്ട് കഴുകിയെടുക്കണം. നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി 4 മണിക്കൂർ റൂം ടെമ്പറേച്ചറുള്ള 1 മണിക്കൂർ ഫ്രിഡ്ജിലും വെച്ചാട്ടോ ഞാൻ കുതിർത്തെടുത്തത്. ഫ്രിഡ്ജിൽ വെച്ചത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗ്രൈൻഡറിലൊക്കെയാണ് അരച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ അരയ്ക്കുന്ന സമയത്ത് അതിൽ നന്നായിട്ട് കാറ്റ് കയറും, പിന്നെ അത് ചൂടാവത്തൂല. പക്ഷെ മിക്സിയിലൊക്കെ വെച്ച് അരച്ചെടുക്കുമ്പോൾ അത് ചൂടാവാൻ സാധ്യതയുണ്ട്. നമ്മുടെ മാവൊക്കെ ചൂടാവുന്നതാണ് മെയിനായിട്ട് നമ്മുടെ ബാറ്റർ നന്നായി വരാത്തതിന് കാരണം. അപ്പൊ ഇച്ചിരി നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാന്നുണ്ടെങ്കിൽ അതിനൊരു തണുപ്പ് കിട്ടും. അപ്പൊ പെട്ടെന്ന് ചൂടാവില്ല. നമ്മൾ അരി കുതിർത്തിയ വെള്ളം കളയരുത് കേട്ടോ. അത് വെച്ചിട്ട് തന്നെ അരച്ചെടുക്കാം. ആ വെള്ളം വെച്ച് തന്നെ അരച്ചെടുക്കുന്നത് ബാറ്ററിന്റെ ഫെർമെന്റേഷന് സഹായിക്കും. ബാറ്റർ അരച്ചെടുക്കുമ്പോൾ കംപ്ലീറ്റ് ഫൈൻ പേസ്റ്റ് ആയിട്ട് അരിഞ്ഞെടുക്കണ്ട കേട്ടോ. അപ്പൊ ഒരു ട്രിപ്പ് നിങ്ങൾ അരച്ചെടുത്തത് നന്നായിട്ട് ഫൈൻ പേസ്റ്റ് ആയിട്ട് അരഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അടുത്തത് അരയ്ക്കുമ്പോൾ ഇച്ചിരി തരിയുള്ള രീതിയിൽ എടുക്കുക. അതായത് ഭയങ്കര ഫൈൻ പേസ്റ്റ് ആവാനും പാടില്ല, എന്നാ ഭയങ്കര തരി ആവാനും പാടില്ല. ആ രീതി അരി കുതിർത്തിയ വെള്ളം തന്നെ കേട്ടോ അത്. ബാക്കിയുള്ളത് കളഞ്ഞപ്പോ കുറച്ച് അരയ്ക്കാനുള്ളത് മാറ്റി വെച്ചതാണ്. അരയ്ക്കാനായിട്ട് വെള്ളം എന്തോരം വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അരിയുടെ കുറച്ച് താഴെ നിൽക്കാൻ കണക്കിന്. ഇപ്പൊ നമ്മൾ മിക്സിയിൽ അരി ഇട്ട് കഴിയുമ്പോൾ അരിയുടെ കുറച്ച് താഴെയായിട്ട് നിൽക്കാൻ കണക്കിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. മിക്സിയുടെ ജാറിൽ നിന്ന് കംപ്ലീറ്റ് പോരാനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് അടിച്ചെടുക്കുക. എന്നിട്ട് ബാറ്ററിലേക്ക് ഒഴിക്കുക. ഇനി ഒന്നും വിചാരിക്കേണ്ട, കൈ നന്നായിട്ട് വാഷ് ചെയ്ത ശേഷം നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക ബാറ്റർ. നമ്മൾ ഗ്രൈൻഡറിലൊക്കെയാണ് അടിക്കണമെന്നുണ്ടെങ്കിൽ അതിൽ കാറ്റ് കയറും. നമ്മൾ അരയ്ക്കണ സമയത്ത് അതിൽ നന്നായിട്ട് കാറ്റ് കയറും. അപ്പൊ മിക്സിയിൽ അടിക്കുന്ന സമയത്ത് അതിൽ ഒട്ടും കാറ്റ് കയറണില്ല. അപ്പൊ നമ്മൾ കൈ വെച്ച് ഇങ്ങനെ അടിച്ച് നന്നായിട്ട് അതിന്റെ അകത്തേക്ക് കാറ്റ് കയറ്റാം. അത് മാത്രമല്ല കൈ വെച്ച് അടിക്കുന്നതിന് വേറൊരു ഗുണം കൂടിയുണ്ട്. നമ്മുടെ കൈയിന്റെ ചൂട് തട്ടിയിട്ട് ബാറ്ററി നന്നായിട്ട് ഫെർമെന്റ് ആവാനും സഹായിക്കും. കണ്ടില്ലേ, ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുമ്പോഴത്തേനും നമ്മുടെ ബാറ്ററി നല്ലൊരു ഫ്ലഫി പോലെ ആയിക്കരും. അപ്പൊ അത്രയും മതി. ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്താൽ മതി. ഇനി ഇത് ഫെർമെന്റ് ആവാനായിട്ട് നോർമൽ ചൂടുള്ള കാലാവസ്ഥ എന്നുണ്ടെങ്കിൽ ഒരു 8 മണിക്കൂറൊക്കെ മതിയാവും. ഇപ്പൊ തണുത്ത കാലാവസ്ഥ എന്നുണ്ടെങ്കിൽ ഒരു 12 മണിക്കൂറെങ്കിലും മിനിമം വെക്കേണ്ടി വരും കേട്ടോ. ഇവിടെ നിന്ന് നല്ല മഴയായിരുന്നു, നല്ല തണുത്ത കാലാവസ്ഥയാണ്. അതുകൊണ്ട് ഞാൻ ഒരു കമ്പിളിയിലൊക്കെ പൊതിഞ്ഞാണ് വെക്കുന്നത് കേട്ടോ. ഞാനൊരു 10 മണിക്കൂറിന്റെ അടുത്ത് ഫെർമെന്റ് ചെയ്യാനായിട്ട് വെച്ചോട്ടോ. നല്ല തണുത്ത കാലാവസ്ഥയായിരുന്നു ഒന്ന്. ഇപ്പൊ ഒരു 10 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ബാറ്ററിന് ഇത്രയൊക്കെ റെസ്റ്റ് കൊടുത്താൽ മതി കേട്ടോ. പൊങ്ങി വരാത്തത് കാര്യമാക്കണ്ട കേട്ടോ. ഫെർമെന്റ് ആയി കിട്ടിയിട്ടുണ്ട്. അതിന്റെ ചെറിയ ചെറിയ ബബിൾസ് ഒക്കെ വന്നിട്ടില്ല ഉള്ളില്. അത് ഫെർമെന്റ് ആയി തുടങ്ങി എന്നുള്ളതിന്റെ ലക്ഷണങ്ങളാണ്. ഇനി ഇതിലേക്ക് മാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പ് കൂടി പോകണ്ട, ഞാൻ എടുത്തത് അപ്പടിയും തന്നെ ഇട്ടില്ല കേട്ടോ. ഉപ്പ് എനിക്ക് കൈയളവാണ്. കൈ കൊണ്ട് ഇട്ടാലാണ് ഉപ്പ് കറക്റ്റ് ആയിട്ട് എനിക്ക് കിട്ടുള്ളൂ. കയ്യിൽ വെച്ചൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് കറക്റ്റ് അളവ് കിട്ടില്ല. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കൈ വെച്ച് തന്നെ ഉപ്പ് ഇടണേ. എന്റെ വീഡിയോയിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഉപ്പ് ഞാൻ കൈ വെച്ചിടുള്ളൂ. എന്താന്ന് വെച്ചാൽ ഉപ്പിന്റെ അളവ് എനിക്ക് കൈ വെച്ചാൽ കിട്ടുള്ളൂ. ബാറ്ററിൽ വെള്ളം കുറവുണ്ട്. അപ്പൊ വെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്ത് ബാറ്ററി റെഡിയാക്കി എടുക്കണം. അപ്പൊ നമ്മൾ കയ്യിൽ ഇങ്ങനെ കോരി ഒഴിക്കുന്ന സമയത്ത് കയ്യിൽ നിന്ന് കംപ്ലീറ്റ് ഇങ്ങോട്ട് വാർന്ന് പോരണ ഒരു പരിവാക്കണം. അത്യാവശ്യം കട്ടിയും വേണം. എന്നാൽ കയ്യിൽ നിന്ന് ഇങ്ങനെ ഭയങ്കര കട്ടിയിൽ നിൽക്കരുത്, ഇങ്ങോട്ട് ഊർന്ന് പോരണം. അതാണ് ദോശയുടെ പാകം. ഇപ്പൊ ബാറ്ററി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ബാറ്ററിന്റെ കറക്റ്റ് പാകം കേട്ടോ.
ഈ ഭാഗത്തിന് ലൂസാക്കി എടുക്കുക. ബാറ്റർ വേണമെങ്കിൽ ഒരു 10 മിനിറ്റും കൂടി റെസ്റ്റ് എടുത്തോട്ടെ കേട്ടോ. ആ സമയം കൊണ്ട് നമുക്ക് മസാല റെഡിയാക്കാം. മസാല എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം മെയിനായിട്ട് വേണ്ട സാധനമാണ് ഉരുളക്കിഴങ്ങ്. ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ട് തൊണ്ട് കളഞ്ഞിട്ട് വേവിച്ചെടുക്കുക. എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് സൗകര്യം പോലെ ചെയ്യാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ചു വെക്കാം. ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായ ശേഷം 1.5-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ആ വെളിച്ചെണ്ണയും കൂടി നന്നായിട്ടൊന്ന് ചൂടായ ശേഷം കടുക് ഇട്ടെടുത്ത് പൊട്ടിക്കുക. കടുകിന്റെ ഒച്ചപ്പാടൊക്കെ ഒന്ന് ശമിച്ച ശേഷം വേപ്പില ഇട്ട് കൊടുക്കാം. 2 ചെറിയ വെള്ളുള്ളിയും 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവിനായിട്ട് 2 പച്ചമുളക് ആട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എരിവിന് എത്ര ആവശ്യമുണ്ടോ അതനുസരിച്ച് എടുക്കാം. സവാള ഒരു കുഞ്ഞു സവാള മുഴുവനായിട്ട് മതിയാവും കേട്ടോ. വലിയ സവാള ആണെങ്കിൽ പകുതിയൊക്കെ മതിയാവും. ഞാൻ ആകെ 4 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുള്ളൂ. അതും കുഞ്ഞു ഉരുളക്കിഴങ്ങുകളാണ്. സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂട്ടി വഴറ്റി കൊടുക്കാം. ഇത് ഭയങ്കരമായിട്ട് മൂക്കൊന്നും വേണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി സവാളയൊക്കെ. സവാളയിൽ നിന്ന് ഒരു വെള്ളം ഇറങ്ങി തുടങ്ങുന്ന ഒരു പരിവമുണ്ടല്ലോ, ആ പരിവാകുമ്പോ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂണിന് താഴെയായിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. സവാള കുറച്ചൊന്ന് വാടിയ ശേഷം 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ടെടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഞാൻ സവാളയിലേക്ക് ഉപ്പിടാൻ മറന്നു കേട്ടോ. നിങ്ങൾ ഉപ്പും കൂടി ഇട്ടിട്ട് ഉരുളക്കിഴങ്ങ് ഇട്ടാൽ മതി. ഞാൻ ഉരുളക്കിഴങ്ങ് ഇളക്കി കഴിഞ്ഞാൽ പിന്നെ ഉപ്പ് ഇട്ടില്ലല്ലോ എന്ന് ഓർത്ത്. നമ്മുടെ മസാല ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഫൈനലായിട്ട് ഇച്ചിരി മല്ലിയിലയും കൂടി ഇടാനുണ്ടെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. എൻ്റെ ഇപ്പൊ മല്ലിയില പകരം ഞാൻ വേപ്പില തന്നെ ഇടാണ്. ഉപ്പ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇടാൻ മറന്നു പോയായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പൊ ഇടുന്നത്. നിങ്ങൾ സവാള വഴറ്റുമ്പോൾ തന്നെ ഉപ്പിട്ടേക്കുക. ഇനി ഞാൻ ഇതിലേക്ക് ഒരു നാരങ്ങയുടെ പകുതി പിഴിഞ്ഞ് ഒഴിക്കണ്ട കേട്ടോ. ഇത് തികച്ചും ഓപ്ഷണലാണ്. നാരങ്ങ ഇച്ചിരി പിഴിഞ്ഞ് ഒഴിക്കുമ്പോൾ ചെറിയ പുളി കിട്ടും നമ്മുടെ മസാലയ്ക്ക്. നല്ലൊരു ടേസ്റ്റ് ആണത്. നിങ്ങൾ ചമ്മന്തി എന്തെങ്കിലും ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ ആവശ്യമില്ല കേട്ടോ. മസാല ദോശ ചുടാനായിട്ട് മാവും പിന്നെ മസാലയൊക്കെ ഇവിടെ റെഡിയാണ്. മസാല ദോശ റെഡിയാക്കാനായിട്ട് ഇച്ചിരി ഓയിലോ നെയ്യോ എന്തെങ്കിലും ഒഴിക്കണമല്ലോ. അപ്പൊ നെയ്യ് മാത്രമായിട്ട് ഒഴിക്കുന്നത് എനിക്ക് അത്ര ഇഷ്ടമല്ല. കാരണം ഓയിലിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് ഞാനൊന്ന് ചൂടാക്കി എടുത്തതാണ്. ദോശ ചുടുമ്പോൾ ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും അവിടെ അടുത്ത് തന്നെ റെഡിയാക്കി വെക്കാം കേട്ടോ. ഇത് കുറച്ച് വെള്ളം നമുക്ക് വേണം ചൂട് നിയന്ത്രിക്കാനായിട്ട്. ഇച്ചിരി പച്ചവെള്ളം ഒരു പാത്രത്തിൽ എടുത്തു വെക്കുക. ചട്ടി അടുപ്പത്ത് വെക്കുക. ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക കേട്ടോ. അതിൽ ഇച്ചിരി ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തൂത്തെടുക്കുക ടിഷ്യൂ എന്തെങ്കിലും വെച്ചിട്ട്. ഇനി ചട്ടി നന്നായിട്ട് ചൂടായി നിൽക്കുന്ന സമയത്ത് കുറച്ച് പച്ചവെള്ളം അതിലേക്ക് അങ്ങോട്ട് ഒഴിക്കുക. എന്നിട്ട് അത് അങ്ങോട്ട് ഊറ്റിക്കളയുക. സിങ്ക് അടുത്ത് തന്നെ ഉണ്ടെങ്കിൽ സിങ്കിലേക്ക് ഊറ്റുക, അല്ലെങ്കിൽ ഒരു പാത്രം വെക്കുക അത് കളയാനായിട്ട്. ഈ പ്രോസസ്സ് പെട്ടെന്ന് തന്നെ ചെയ്യണം കേട്ടോ. വെള്ളം ഒഴിച്ച് അപ്പൊ തന്നെ ഊറ്റി കളഞ്ഞിട്ട് അപ്പൊ തന്നെ ദോശമാവ് ഒഴിച്ചു കൊടുക്കാം. ഇതെന്തിനാ നമ്മളിങ്ങനെ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദോശ ചട്ടിയിൽ ഒട്ടി പിടിക്കണം, എന്നാലാണ് ക്രിസ്പി ആവുള്ളൂ. അതിനായിട്ട് ചട്ടി തണുത്തിരിക്കുമ്പോ മാവ് ഒഴിക്കുക. മാവ് ഒഴിച്ച് ഒരു 10 സെക്കൻഡിനുള്ളിൽ തന്നെ ചട്ടി നന്നായിട്ട് ചൂടാവുകയും വേണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പച്ചവെള്ളം ഒഴിച്ച് ഊറ്റി കഴിഞ്ഞ് അപ്പം തന്നെ ദോശമാവ് ഒഴിക്കണേ. അപ്പം ദോശമാവ് ഒഴിക്കുന്ന സമയത്ത് ഇച്ചിരി തണുപ്പുണ്ടാവും, ചൂടുണ്ടാവില്ല. ദോശമാവ് ഒഴിച്ച് വരുമ്പോഴത്തേനും അത് ചൂടായി വരും. അപ്പൊ നമ്മുടെ ദോശമാവ് അതിലൊട്ടി പിടിച്ചിരിക്കുകയും ഇല്ല, വിട്ടു പോരുകയും ചെയ്യും. എന്നാൽ നല്ല ക്രിസ്പിനെസ്സും കിട്ടും. കടകളിലൊക്കെ ദോശ ഉണ്ടാക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, നല്ല ചൂടായിരിക്കും തവക്ക്. അപ്പൊ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാം കേട്ടോ. ചട്ടി നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം. ചൂട് കുറയ്ക്കരുത്. ഇപ്പൊ ദോശമാവ് ഒഴിച്ചു കഴിഞ്ഞ് മുകൾ ഭാഗമൊക്കെ ഒന്ന് ഡ്രൈ ആയി വരുമല്ലോ. ദോശമാവ് ഒന്ന് വെന്ത് തുടങ്ങി ഡ്രൈ ആയി വരുന്ന സമയത്ത് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ഒഴിച്ചെടുത്ത ശേഷം വേണമെങ്കിൽ ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് ഇടാം. ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൈഡിൽ നിന്നൊക്കെ നല്ല ബ്രൗൺ കളറ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ആ സമയത്ത് മസാല ഇട്ടെടുത്ത് നമുക്ക് ചുരുട്ടിയെടുക്കാം. പിന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോന്നറിയില്ല, നമ്മൾ ഇടുന്ന സമയത്ത് ചട്ടിയിൽ ഭയങ്കരമായിട്ട് പറ്റി പിടിച്ചിരിക്കുകയായിരുന്നു നമ്മുടെ ദോശ. തന്നെത്താനെ വിട്ടു പോകുന്നതാട്ടോ. ഞാനൊന്ന് വെടിയിപ്പിച്ച് പോലുമില്ല, തന്നെത്താനെ അത് അങ്ങ് വിട്ടു പോകുന്നു. അപ്പൊ നമ്മള് പറഞ്ഞ മാതിരി തന്നെ ചെയ്യാം. തണുത്തിരിക്കുന്ന സമയത്ത് ദോശ ഒഴിച്ചിട്ട് അപ്പൊ തന്നെ ദോശ ചൂടാവുകയും വേണം. അപ്പൊ നല്ല ചൂടുള്ള സമയത്ത് തന്നെ ചട്ടിയിൽ പച്ചവെള്ളം ഒഴിക്കുക. പച്ചവെള്ളം ഒഴിച്ച് അപ്പൊ തന്നെ മാവിട്ടെടുക്കുക. അപ്പൊ നേരത്തെ ചുട്ട അതേ രീതിയിൽ തന്നെ ഞാൻ അടുത്ത ദോശയും കൂടി ചുട്ടെടുക്കുകയാണ്. പിന്നെ അപ്പൊ ഓയിൽ തേക്കേണ്ട ആവശ്യമില്ല കേട്ടോ ചട്ടിയില്. ഞാൻ ആദ്യം എടുത്ത സമയത്ത് തന്നെ ഓയിലൊന്ന് തേച്ചായിരുന്നു. പിന്നെ ഞാൻ ഓയിൽ തേച്ചിട്ടില്ല. നോൺ സ്റ്റിക്ക് പാത്രമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചട്ടിയിൽ ഓയിൽ തേക്കേ വേണ്ട കേട്ടോ. റെസിപ്പി കംപ്ലീറ്റ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി. എനിക്ക് അങ്ങനെ സംസാരിക്കാൻ വലിയ വൈഭവമൊന്നുമില്ല, എങ്കിലും പരമാവധി ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാ. താങ്ക് യു. ഡെയിലി 12:15 PM ഉച്ചക്ക് 12:15 PM നമ്മൾ വീഡിയോസ് ഓരോന്നിങ്ങനെ ഇടുന്നതാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഓൺ ആക്കി ഇടാം.